ഇനി നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിൻറ്റ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നുകൂടി ഓർമ്മിക്കാം. സപ്പോസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, y ആണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ആ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലെ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ലിമിറ്റ് h ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്, ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ലിമിറ്റ് എന്താണോ അതായിരിക്കും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ. ഉദ്ദേശിക്കുന്നത് ഇതാണ്, എക്സിൻ്റെ വാല്യൂ എക്സ് നോട്ടിൽ നിന്നും സ്ലൈറ്റ്ലി വാരി ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ലൈറ്റ് വേരിയേഷനാണ് എക്സ് പ്ലസ് എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എക്സിൻ്റെ വാല്യൂ എക്സിൽ നിന്ന് എക്സ് പ്ലസ് എച്ചിലേക്ക് വാരി ചെയ്യുന്നു, എക്സ് നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് എച്ചിലേക്ക് വാരി ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ദെൻ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ലിമിറ്റ് h ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ ഫംഗ്ഷൻ ആ ഒരു പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയുക. ഇവിടെ ചെറിയൊരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. അതായത് എക്സിൻ്റെ വാല്യൂവിൽ വരുന്ന മാറ്റം എച്ചിന് പകരം ഡെൽറ്റ എക്സ് ആണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ ഡെൽറ്റ വൈ എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് വാരി ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച്, അതാണ് ഡെൽറ്റ വൈ. സോ ഈ ഒരു ലിമിറ്റിനെ നമുക്കിതുപോലെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഗിവൺ ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയുക. ഈ ലിമിറ്റിനെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് വിളിക്കുക. ദെൻ ഇതിനെ നമുക്ക് വേറൊരു തരത്തിൽ വേണമെങ്കിൽ പറയാം. എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് എഫ് ദാറ്റ് റിസൾട്ട് ഫ്രം ചേഞ്ചിങ് എക്സ് ഫ്രം എക്സ് നോട്ട് ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, അതാണ് ഡെൽറ്റ വൈ, is given by an equation of the form delta y equal to f dash of x naught into delta x plus epsilon into delta x, in which epsilon tending to 0 as delta x tending to 0. നേരത്തെ പറഞ്ഞ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഈ ഒരു ഫോം നമുക്ക് കിട്ടുക. ഇത് ഡെൽറ്റ എക്സ് കൊണ്ട് ഈ ഗിവൺ ഇക്വേഷനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ദെൻ ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച് വളരെ ചെറുതാകുക എന്നാണ്. ദെൻ എക്സിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച് വളരെ ചെറുതാകുമ്പോൾ എഫിൻ്റെ വാല്യൂവിന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അതുപോലെ റൈറ്റ് സൈഡിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ദെൻ ഈ ഒരു കണ്ടീഷൻ, അതായത് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ആകുമ്പോൾ എപ്സിലോൺ ടെൻഡിങ് ടു 0 ആണെങ്കിൽ നമുക്ക് കിട്ടും ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ലിമിറ്റ് അത് തന്നെയാണ്. സോ നമുക്കതിൽ നിന്നും കിട്ടുന്നത് ഇതാണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. സോ എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവാൻ ഉള്ളൊരു കണ്ടീഷന് വേറൊരു തരത്തിൽ പറഞ്ഞതാണ് ഇവിടെ ഈ കാണുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് എക്സ് നോട്ട് എന്നുള്ളതിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയുക. അതിനെ വേറൊരു തരത്തിൽ എക്സ്പ്രസ് ചെയ്തതാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു ഫോമിലാണ് നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഇൻക്രിമെൻറ്റ് തിയറം
പഠിക്കാനുണ്ട്. 2 വേരിയബിളുള്ള ഫങ്ഷൻസിൻ്റെ ഇൻക്രിമെൻറ്റ് തിയറം അതാദ്യം നോക്കാം. അതിനുശേഷം ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. സോ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് ദാറ്റ് ദി ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആർ ഡിഫൈൻഡ് ത്രൂ ഔട്ട് ആൻ ഓപ്പൺ റീജിയൻ ആർ കണ്ടെയ്നിങ് ദി പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് and that fx and fy are continuous at x naught y naught, then the change delta z equal to f of x naught plus delta x comma y naught plus delta y minus f of x naught y naught in the value of f that result from moving from x naught y naught to another point x naught plus delta x comma y naught plus delta y in R satisfies an equation of the form delta z equal to fx of x naught y naught into delta x plus fy of x naught y naught into delta y plus epsilon 1 into delta x plus epsilon 2 into delta y, in which epsilon 1 comma epsilon 2 tending to 0 as delta x comma delta y tending to 0. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈയുടെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ റീജിയന് ത്രൂ ഔട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ എഫ് എക്സും എഫ് വൈയും എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദി ചേഞ്ച് ഡെൽറ്റ സെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ നിന്നും ആ റീജിയനിലെ ഏതെങ്കിലും ഒരു നിയർ ബൈ പോയിൻറ്റ്, അതാണ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നിയർ ബൈ പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഡെൽറ്റ സെഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ആ ഒരു ചേഞ്ച് ഗിവൺ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ സെഡ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഇൻറ്റു ഡെൽറ്റ വൈ, ഇൻ വിച്ച് എപ്സിലോൺ 1 കോമ എപ്സിലോൺ 2 ടെൻഡിങ് ടു 0 ആസ് ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ ടെൻഡിങ് ടു 0. ഉദ്ദേശിക്കുന്നത് ഇതാണ്. അവിടെ വരുന്ന ചേഞ്ച് ഡൊമൈനിലെ വാല്യൂവിൽ വരുന്ന പോയിന്റിൽ നിന്നും വരുന്ന ചേഞ്ച് വളരെ ചെറുതാണെങ്കിൽ, അതാണ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ടെൻഡിങ് ടു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ് നോട്ട് വൈ നോട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡെൽറ്റ സെഡിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് ഇൻക്രിമെൻറ്റ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി. ദെൻ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലെ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയണമെങ്കിൽ ആദ്യം എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് അതുപോലെ എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എക്സസ് ചെയ്യണം. അതായത് ഗിവൺ പോയിൻറ്റിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സസ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഫോളോയിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഡെൽറ്റ സെഡ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ plus epsilon 1 into delta x plus epsilon 2 into delta y, where epsilon 1 epsilon 2 tending to 0 as delta x delta y tending to 0. ഇവിടെ ഡെൽറ്റ സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിലേക്ക് ഡൊമൈനിലെ പോയിൻ്റ് വാരി ചെയ്യുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഡെൽറ്റ സെഡ്. ആ ഡെൽറ്റ സെഡ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അത് അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിൻറ്റിലും ഡിഫറൻഷ്യബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്ന് പറയും. ദെൻ ഇൻക്രിമെൻറ്റ് തിയറത്തിൻ്റെ ഒരു കൊറോളറി ആയിട്ടാണ് അടുത്ത റിസൾട്ട് ഇവിടെ തന്നിട്ടുള്ളത്. ഇൻക്രിമെൻറ്റ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഫ് എക്സും എഫ് വൈയും എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ റീജിയനിൽ ത്രൂ ഔട്ട് ഡിഫൈൻഡും എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസും ആണെങ്കിൽ എഫിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച്, അതായത് ഡെൽറ്റ സെഡ് എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിലേക്ക് ഡൊമൈനിലെ പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ച് ഡെൽറ്റ സെഡ് ഗിവൺ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് ഇൻക്രിമെൻറ്റ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന്. അതുകൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് എക്സും എഫ് വൈയും ഒരു ഓപ്പൺ റീജിയണിൽ എക്സസ് ചെയ്യുകയും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ, ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ, ആ ഡൊമൈനിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ റീജിയനിലെ എല്ലാ പോയിൻറ്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അത് ഇൻക്രിമെൻറ്റ് തിയറത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഒരു റിസൾട്ടാണ്.
ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ കാര്യം. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. നിങ്ങൾക്ക് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസിൽ അറിയാം, ഒരു ഫംഗ്ഷൻ x0 എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഒരു പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഇവിടെ f(x, y) എന്നുള്ള ഫംഗ്ഷൻ x0, y0 എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിൻറ്റിൽ ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രൂഫുണ്ട്, പ്രൂഫ് നോക്കാം. സോ f(x, y) എന്നുള്ള ഫംഗ്ഷൻ x0, y0 എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് f(x, y0) f(y, y0) എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് ഫോളോയിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡെൽറ്റ സെഡ് ഈക്വൽ ടു f(x, y0) ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് f(y, y0) ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് epsilon1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് epsilon2 ഇൻറ്റു ഡെൽറ്റ വൈ, വേർ ഡെൽറ്റ സെഡ് ഈക്വൽ ടു f(x0) പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ മൈനസ് f(x0, y0) ആൻഡ് epsilon1, epsilon2 ടെൻഡിങ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻഡിങ് ടു 0. അത് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്നും കിട്ടുന്നതാണ്. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ x0, y0 എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടിന്യൂറ്റിയുടെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. x0, y0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലൊരു പോയിൻ്റാണ് x0, y0. ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡൊമൈനിലെ ആർബിട്രറി പോയിൻ്റ് xy x0, y0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ f(x, y)യുടെ വാല്യൂ f(x0, y0ലേക്ക് ടെൻഡ് ചെയ്യണം. അതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അതാണ് നിങ്ങൾ ലിമിറ്റ് xy ടെൻഡിങ് ടു x0, y0 f(x, y) ഈക്വൽ ടു f(x0, y0) എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. xy എന്നുള്ള ആർബിട്രറി പോയിൻറ്റ് x0, y0ലേക്ക് അടുക്കുമ്പോൾ f(x, y)യുടെ വാല്യൂ f(x0, y0ലേക്ക് അടുക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ ഫംഗ്ഷൻ x0, y0 എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കുക. ബാക്കി ഒന്നാമത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻ ഇവിടെ ഹിഡൻ ആണ്. നിങ്ങൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എഫ് എന്നുള്ള ഫംഗ്ഷൻ x0, y0 എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലാസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു ലിമിറ്റ് xy ടെൻഡിങ് ടു x0, y0 f(x, y) ഈക്വൽ ടു f(x0, y0). സോ മൂന്നാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്ത് ഒന്നാമത്തെ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ട്രിവിയലി കിട്ടുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് f(x0, y0) എന്നുള്ളത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് എന്ന്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് xy ടെൻഡിങ് ടു x0, y0 f(x, y) എന്നുള്ളത് x0, y0 എന്നുള്ള പോയിൻറ്റിലെ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻ ഈ തേർഡ് കണ്ടീഷനിൽ ഹിഡൻ ആണ്. സോ അത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. xy എന്നുള്ള പോയിൻ്റ് x0, y0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ f(x, y)യുടെ വാല്യൂ f(x0, y0ലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് xy x0, y0 അടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുന്നു. ദെൻ ഡെൽറ്റ എക്സ് എന്നുള്ളത് x മൈനസ് x0 ഡെൽറ്റ വൈ എന്നുള്ളത് y മൈനസ് y0. അതായത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും നമ്മുടെ ഫിക്സഡ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും അതാണ് x0. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സ്. അതുപോലെ ആ രണ്ട് പോയിൻറ്റ്സിൻ്റെയും y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ സെഡ് എന്നുള്ളത് f(x, y) മൈനസ് f(x0, y0) എന്ന് കിട്ടും. സോ ഇക്വേഷൻ 1 ഡെൽറ്റ സെഡിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും f(x, y) മൈനസ് f(x0, y0) ഈക്വൽ ടു f(x, y0) ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് f(y, y0) ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് epsilon1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് epsilon2 ഇൻറ്റു ഡെൽറ്റ വൈ. സോ അതിൽ നിന്നും അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ f(x, y) ഈക്വൽ ടു f(x0, y0) പ്ലസ് f(x, y0) ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് f(y, y0) ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് epsilon1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് epsilon2 ഇൻറ്റു ഡെൽറ്റ വൈ. ദെൻ xy എന്നുള്ളത് x0, y0ലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് എന്നുള്ളത് ചെറുതായി വരും. അതായത് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ വൈയും ടെൻഡിങ് ടു 0 ആയിരിക്കും. ഓൾറെഡി ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ടെൻഡിങ് ടു 0 ആകുമ്പോൾ
എപ്സിലോൺ 1 ടെൻഡിങ് ടു 0 ആയിരിക്കും, എപ്സിലോൺ 2 ടെൻഡിങ് ടു 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് രണ്ട് സൈഡും കൊടുക്കുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ടെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ, അതായത് എക്സ് വൈ എന്നുള്ള പോയിൻറ്റ് x0 y0ലേക്ക് അടുക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ആദ്യത്തെ ഒരു ടേം ഒഴികെ ബാക്കി എല്ലാതും 0 ആയിട്ട് മാറും. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടും ഒരു ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ് ടു x0 y0 എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എഫ് ഓഫ് x0 y0 ആണെന്ന്. സോ ദി ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x0 y0. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ദെൻ റിമാർക്കിൽ പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡൊമൈനിലൊരു പോയിൻറ്റിൽ എക്സിസ്റ്റ് ചെയ്താലും ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0. അതുപോലെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ഇഫ് എക്സ് വൈ ഈക്വൽ ടു 0. എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ളത് വരിക ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 അതല്ലെങ്കിൽ വൈ ഈക്വൽ ടു 0. അതായത് എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിനോ അല്ലെങ്കിൽ വൈ ആക്സിസിലെ പോയിൻറ്റ്സിനോ ആണ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് 1 വരിക. ബാക്കി എക്സ് വൈ പ്ലെയിനിലെ എല്ലാ പോയിൻറ്റ്സിനും എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ 0 ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിലെ എക്സ് വൈ പ്ലെയിനിലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സും ഉണ്ടായിരിക്കും. കാരണം ബാക്കി എല്ലാ പോയിൻറ്റ്സിലും എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ 0 ആണ്. സോ എക്സ് വൈ പ്ലെയിനിലെ ബാക്കി എല്ലാ പോയിൻറ്റ്സും ഗ്രാഫിലുണ്ടായിരിക്കും. പിന്നെ വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് 1 ആണ്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് 0 0 1 പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലൽ ഒരു ലൈൻ ആയിരിക്കും. അതാണ് ഈ പിക്ചറിൽ L1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈ ആക്സിസിലെ പോയിൻറ്റ്സിന് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതിൻ്റെ എഫ് ഓഫ് എക്സ് വൈയും 1 ആയതുകൊണ്ട് 0 0 1 പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലൽ ഒരു ലൈൻ ആയിരിക്കും. അതാണ് ഇവിടെ L2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ രണ്ട് ലൈനും എക്സ് വൈ പ്ലെയിനിലെ ബാക്കി എല്ലാ പോയിൻറ്റ്സും, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സുമാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ദെൻ 0 0 എന്നുള്ള പോയിൻറ്റിലേക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു കേസിൽ 0 0 എന്നുള്ള പോയിൻറ്റിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ പോയിൻറ്റ്സിനും എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ 0 ആയിരിക്കും. സോ അതിൻ്റെ ലിമിറ്റും 0 ആയിരിക്കും. അതായത് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള കർവ് അത് ലൈനാണ്. അതിലൂടെ 0 0 അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിമിറ്റ് നമുക്ക് 0 ആണ്. പക്ഷേ എഫ് ഓഫ് 0 0 എന്നുള്ളത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 0 0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. കാരണം കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ വാല്യൂ എഫ് ഓഫ് 0 0 ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ട. ഒരു പാത്തിലൂടെയുള്ള ലിമിറ്റ് കണ്ടു, അപ്പോൾ അതിനോട് ഈക്വൽ അല്ല എഫ് ഓഫ് 0 0 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി വേറെ പാത്തിലൂടെ കിട്ടുന്ന ലിമിറ്റ് 0 തന്നെയാണെങ്കിൽ ബാക്കി എല്ലാ പാത്തിലൂടെ 0 0 അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിമിറ്റും 0 ആയാലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതല്ല വേറൊരു പാത്തിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 0 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ആ ഒരു കണ്ടീഷൻ ആയാൽ പോലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നാണ് പറയുക. സോ എന്തായാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ട് അത് എഫ് ഓഫ് 0 0 ഈക്വൽ ആയിരിക്കണം. പക്ഷേ വൈ ഈക്വൽ ടു എക്സിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് നമുക്ക് ഓൾറെഡി 0 എന്ന് കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് 0 0 എന്നുള്ളത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 0 0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കില്ല. ദെൻ 0 0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ജോമെട്രിക്കൽ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അതാണ് യൂസ് ചെയ്യുന്നത്. എഫ് എക്സ് അറ്റ് 0 0 എന്നുള്ളത് വൈയുടെ വാല്യൂ 0 എന്നുള്ള വാല്യൂവിൽ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ട് ദെൻ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് എക്സൽ പ്ലെയിനിലാണ് കിട്ടുക. വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സൽ പ്ലെയിനാണ്. എക്സൽ പ്ലെയിനിൽ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അതൊരു കർവായിരിക്കും. ആ കർവിൻ്റെ 0 0 എന്നുള്ള പോയിൻറ്റിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്താണോ അതാണ് എഫ് എക്സ് ഓഫ് 0 0. സോ എക്സൽ പ്ലെയിനിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈനാണ് കിട്ടുക. L1 എന്നുള്ള ലൈൻ തന്നെയാണ് നമുക്ക് കിട്ടുക എക്സൽ പ്ലെയിനിൽ. സോ 0 0 എന്നുള്ള പോയിൻറ്റിൽ അതിന് ടാൻജൻ്റ് ഉണ്ട്, അതിന് സ്ലോപ്പും ഉണ്ട്. 0 ആണ് സ്ലോപ്പ് വരിക. അത് നമുക്ക് എത്രയാണെന്ന് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എഫ് എക്സ് ഓഫ് 0 0 എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യും. സിമിലർലി എഫ് ഐ ഓഫ് 0 0 എന്നുള്ളതും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ 0 0 എന്നുള്ള പോയിൻറ്റിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 0 0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല.
സോ അത്തരത്തിലുള്ളൊരു കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.